ഇന്ന് മേലിടാൻ കേട്ടോ. ആ ശരി. ഇന്ന് മതില്ല. അടുത്ത ആഴ്ച വണ്ടി എടുത്ത് കയറ്റി കൊണ്ടുപോകും. ആ ശരി. വണ്ടിയായിട്ട് വന്നേക്കണം. വഴിയോര കച്ചവടത്തിന്റെ മറവിൽ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന. സൗത്ത് കളമശ്ശേരി പാലത്തിന് താഴെ ഞായറാഴ്ചകളിൽ മാത്രം വസ്ത്രവ്യാപാരവും മറ്റും വിൽപ്പന നടത്തുന്നതിന്റെ മറവിൽ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് കളമശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരാതിയിൽ കളമശ്ശേരി നഗരസഭ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരെത്തി വഴിയോര കച്ചവടക്കാരെയെല്ലാം നീക്കം ചെയ്തു. काम नहीं होता पूरा अभी है दूसरा बार नहीं आएगा इधर. ആളുകളൊക്കെ മുങ്ങിയെന്ന് ഒരു വ്യാപാരികളുടെ വിഷയം അല്ല ഇത്. ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മുടെ ഈ നാട്ടിലെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ്. ഒന്ന്, ഇവിടെ ഈ വഴിയോര കച്ചവടത്തിൻ്റെ മറവിൽ ലഹരി മരുന്നും മറ്റുള്ളതും അന്യായമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. അത് കൂടാതെ ഈ ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാരെ കൊണ്ടാണ് നമ്മുടെ ഈ രാജ്യം തന്നെ നിലനിൽക്കുന്നത്. ഇവിടെ ലൈസൻസ് എടുത്തും വാടക കൊടുത്തും മറ്റുള്ള തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചു വേണം നമ്മൾ ഓരോ കടക്കാർ ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ വളരെ കുറഞ്ഞ ചെലവിൽ മറ്റുള്ള ചെലവുകളൊന്നും ഇല്ലാതെ റോഡിൽ കൊണ്ടുവന്നിട്ട് വിറ്റ് അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ വഴിയോര കച്ചവടം നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം വില ഒന്ന് തന്നെയാണ്. ഒരു എക്സ്പയറി ഡേറ്റ് ആയ സാധനം പോലും നമ്മുടെ കടകളിൽ വിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ റോഡ് അടിയിൽ കൊണ്ടുവന്നിട്ട് ഒരു ദിവസമുള്ള ഡേറ്റുള്ള സാധനം വരെ വിറ്റ് കാശാക്കുന്നുണ്ട്. അത് വണ്ടി കയറ്റി വാണിംഗ് അടുത്ത ആഴ്ച വന്നാൽ കൊണ്ടുപോകും. വെയിറ്റ് കൊണ്ട് തമ്മിൽ साइड में कोई नहीं लगाने का. वो तो कंप्लेंट हो गया. हम लोग का कंप्लेंट बहुत आ गया. इसलिए वो आधा घंटे का बाद सब निकाल के रखना है. ठीक है, आधा घंटा टाइम दे रहे. नहीं तो म्यूनसिपालिटी का गाड़ी आकर पूरा लेके जाएगा. सामान से गाड़ी में डाल के जाएगा. पूरी दिन അവനറിയാം. भाई कभी भी इधर आके डालने के नहीं है. हाँ ओके, ये बंद कर देगा. वो डालेगा तो म्यूनसिपालिटी का गाड़ी आके पूरा लेके जाएगा. ജെല്ലിക്കടുത്ത ആളെ മുനിസിപ്പാലിറ്റിക്ക് വരാൻ പറ. നീ ഇപ്പൊ എടുത്തോ. വണ്ടി എടുത്തേ, ഇതെടുത്തോണ്ട് പോ. സാധനങ്ങളൊക്കെ എടുത്തോണ്ട് നീ മാറ്റോ. അത് മാറ്റി എന്നാ മാറ്റിക്കും. അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വാരിക്കൊണ്ടു വാടക കണ്ടു. ലൈസൻസ് ഉണ്ടോ? ആർക്കാ വാടക എടുക്കുന്നത്? ജെല്ലിക്കടുത്ത ആളെ മുനിസിപ്പാലിറ്റിക്ക് വരാൻ ഈ ജലീല
എവിടെയും പറ്റിയാണ് പറയാം. അല്ല വേണ്ട, വണ്ടിക്കാരെ പിടിച്ചാൽ മതി. കോഴി ഇറങ്ങുമ്പോഴേ നമുക്ക് ആ കോഴി എടുത്തോണ്ട് വരാം. തൽക്കാലം അവിടെ എടുത്ത് എന്ത് പറ വിവരം പറ അവരെടുത്ത് എന്നിട്ടും പറ. ആ സാധനം അവിടെ വീണ് കിടന്നിട്ട് ആ ഉണങ്ങി, ആ സാധനം ഉണങ്ങി അന്ന് അടിച്ച് പാരി കളയാൻ ദിവസമുണ്ട്. കുത്തടിച്ചിട്ട് അവിടെ നടക്കാൻ പറ്റൂലേ? ഇതൊക്കെ കടക്കാരും ശ്രദ്ധിക്കണ്ടേ? ആ പറഞ്ഞ കാശ് മാത്രം മേടിച്ച് പെട്ടില്ല. അങ്ങനെ ചെയ്തിട്ട് അതിനെ അങ്ങനെ ചെയ്യണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് അതിന് ചെയ്യണ്ട. ഇറക്കുമ്പോൾ സീറ്റ് ഇട്ടിട്ട് ഇറക്കാൻ പറ്റും. റോഡ് വൃത്തിയാക്കാൻ ഇവിടെ ജനങ്ങൾക്ക്, നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ, പെണ്ണുങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമുക്ക് റോഡിൽ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. ഇവിടെ വരുന്ന പൈസ അതെല്ലാം അവരുടെ നാട്ടിലേക്ക് അയച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ, നമ്മുടെ ഈ കേരളത്തിൻ്റെ വികസനം പോലും മുരടിച്ചു പോകുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചെറുകിട കച്ചവടക്കാരെല്ലാവരും നിർത്തിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ആ ഒരൊറ്റ ഇതിൽ മാത്രമാണ് ഇന്ന് നമ്മളിവിടെ ഈ വഴിയോര കച്ചവടക്കാരെ ഒഴിവാക്കുന്നത്. ആൾക്കാർ ജീവിക്കാൻ முடியல ചേട്ടാ. ഇവിടെ നിന്നാലും നിൽക്കാതെ പറയുന്നത് അതോടെ നടക്കാൻ പ്രശ്നം. ഓട്ടിനടുത്ത് കട ഇറക്കக்கூடாது. റോഡിൽ നിറയെ കട നടക്കാൻ പറ്റില്ല. നെടുക്ക കട ഇറക്കக்கூடாது. எவ்வளோ பாஷா போட்டு ஆൾக்காரு பிசினஸ் நடக்குது, அது நடக்கணும். இப்படி நெடுக்க கடை இருக்கக்கூடாது, ரோட்டு ஓட்டுற கடை இருக்கக்கூடாது. அதான் எனக்கு தெரிஞ்சது. ആ സ്റ്റേഷൻ്റെ അവിടെയും പരാതി ഉണ്ടായിരുന്നല്ലോ. അവിടെ എല്ലായിടവും പരാതിയാണ്.